നമസ്കാരം, വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. രാജിയിൽ സൂചന നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആരോപണം ഉന്നയിച്ച ട്രാൻസ് വുമൺ അവന്തികയും മാധ്യമ പ്രവർത്തകയും തമ്മിലുള്ള സംഭാഷണം പുറത്തുവിട്ട് പ്രതിരോധം. എനിക്ക് പേഴ്സണലി അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. പക്ഷേ ആ റിപ്പോർട്ടർ വിളിക്കുമ്പം അത് അവരെന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എന്റെ തകർച്ചയായിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന ആള് എന്തിനായിരിക്കും അന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത്? എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിംഗ് അയച്ചത്? തന്നെ കുടുക്കാൻ ശ്രമമെന്ന അവന്തിക പറഞ്ഞുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ലെന്നും പ്രതികരണം. പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളും ചിത്രവും വച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. 4 ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ നിന്നും പുറത്തിറങ്ങി രാഹുൽ മാങ്കൂട്ടം. തിരുവനന്തപുരത്തേക്കെന്ന് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ രാജിക്കായി സമ്മർദ്ദം ശക്തം. നിലപാട് കടുപ്പിച്ച് VD സതീശനും ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ. രാജി വേണമെന്ന വനിതാ നേതാക്കളും വിഷയം ഗൗരവതരമെന്ന KC വേണുഗോപാൽ. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തുണ്ടാകുമെന്നും സണ്ണി ജോസഫ്. തലസ്ഥാനത്തെ IPS ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി വനിതാ SI-മാർ. വാട്സപ്പിൽ മോശം സന്ദേശം അയച്ചെന്ന് DIG അജിത ബിഹത്തിന് പരാതി നൽകി. പരാതി SP VG വിനോദ് കുമാറിനെതിരെ. അന്വേഷണത്തിന് SP മെറിൻ ജോസഫിനെ ചുമതലപ്പെടുത്തി DGP. ഗൂഢാലോചനയെന്ന് വിനോദ് കുമാർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയതിൽ MR അജിത് കുമാർ ഹൈക്കോടതിയിലേക്ക്. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ നാളെ അപ്പീൽ നൽകും. കോടതി ഉത്തരവ് വസ്തുതയ്ക്ക് ശരിയായി വിലയിരുത്താതെയെന്ന വാദം. ആലപ്പുഴ തോട്ടപ്പള്ളി റംല കൊലക്കേസിൽ പോലീസിനെതിരെ പരാതി. നിരപരാധിയായ മണ്ണഞ്ചേരി സ്വദേശി അബൂബക്കറിനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന അബൂബക്കറിന്റെ കുടുംബം. മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകി. കൊലപാതക കേസിൽ യഥാർത്ഥ പ്രതികൾ ദമ്പതികൾ. ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ചേതേശ്വർ പൂജാര എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കുന്നുവെന്നും പ്രഖ്യാപനം. പടിയിറങ്ങുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ പോരാളി.